ഇന്ത്യ ഒട്ടാകെ തരംഗം തീർക്കാൻ പോകുന്ന ചില ചിത്രങ്ങളെ പറ്റിയുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പങ്കുവെക്കുക. മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് പാൻ ഇന്ത്യൻ റിലീസായി വരുന്ന ഇന്ത്യ ഒട്ടാകെ ആരാധകർ കാത്തിരിക്കുന്ന ചില വമ്പൻ ചിത്രങ്ങളെ പറ്റിയാണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ആദ്യം പറയുന്നത് ദി രാജാ സാബ് എന്ന പ്രഭാസ് നായകനാകുന്ന ചിത്രത്തെ പറ്റിയാണ്. രാജാ സാബ് ബാഹുബലി എന്ന ഒറ്റ ചിത്രത്തിലൂടെ ലോകമെമ്പാടും ആരാധകരെ സൃഷ്ടിച്ച പ്രഭാസിന്റെ റൊമാൻറ്റിക് കോമഡി ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമാണ് ദി രാജാ സാബ്. പീപ്പിൾ മീഡിയ ഫാക്ടറിയുടെ ബാനറിൽ TK വിശ്വപ്രസാദ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം. വിവേക് കുച്ചുബോഡ്ലെയാണ് സഹനിർമ്മാതാവ്. തമൻ S ആണ് സംഗീതം. പ്രഭാസിനെ കൂടാതെ മാളവിക മോഹൻ, നിധി അഗർവാൾ തുടങ്ങിയവർ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ബാഹുബലിക്ക് ശേഷം തുടർച്ചയായ പരാജയങ്ങൾ നേരിട്ട പ്രഭാസ് സലാർ, കൽക്കി, 2898 AD എന്നിവയിലൂടെയാണ് വിജയവഴിയിൽ തിരിച്ചെത്തിയത്. 2026 ജനുവരി 9 ആഗോള റിലീസായി ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തെലുങ്കിന് പുറമെ ഹിന്ദി, തമിഴ്, കന്നഡ, മലയാളം ഭാഷകളിലും ചിത്രം എത്തുന്നുണ്ട്. ഈ ഒരു സിനിമ പ്രഭാസിന്റെ കരിയറിലെ ഒരു വമ്പൻ വിജയമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്ന പാൻ ഇന്ത്യൻ ചിത്രമാണ് രജനീകാന്തിനെ നായകനാക്കി നെൽസൺ സംവിധാനം ചെയ്യുന്ന ജയിലർ 2. നെൽസൺ ദിലീപ് കുമാറിന്റെ സംവിധാനത്തിൽ 2023 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു രജനീകാന്ത് നായകനായെത്തിയ ജയിലർ. ആ വർഷത്തെ ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ജയിലർ. മുത്തുവേൽ പാണ്ഡ്യനായി ഗംഭീര പ്രകടനം നടത്തിയ രജനിയുടെ കരിയറിലെ ഏറ്റവും സ്റ്റൈലിഷ് കഥാപാത്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു സിനിമയിലേത്. ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷമാണ് ചിത്രത്തിന്റെ റിലീസ് നിശ്ചയിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് വരാൻ സാധ്യതയുള്ള ഒരു സിനിമ കൂടിയാണ് ജയിലർ 2. അനിരുദ്ധ് രവിചന്ദർ തന്നെയാണ് രണ്ടാം ഭാഗത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ആദ്യ ഭാഗം പോലെ തന്നെ ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നമായിരിക്കും രണ്ടാം ഭാഗവും. അതേസമയം രണ്ടാം ഭാഗം വരുമ്പോൾ മലയാളികൾക്ക് അറിയാൻ ഏറ്റവും ആഗ്രഹമുള്ളത് ചിത്രത്തിൽ മോഹൻലാലിന്റെ മാത്യു എന്ന ഡോൺ കഥാപാത്രം ഉണ്ടാകുമോ എന്നാണ്. എന്നാൽ അറിയാൻ സാധിക്കുന്നത് രണ്ടാം ഭാഗത്തിലും മോഹൻലാലിന്റെ അതിഥിവേഷം ഉണ്ടാകുമെന്ന് തന്നെയാണ്. ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനായി 600 കോടിയിലധികമാണ് ആദ്യ ഭാഗം നേടിയത്. അതുപോലെ തന്നെ രണ്ടാം ഭാഗവും ഒരു വമ്പൻ വിജയമായി തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്നത് പാൻ ഇന്ത്യൻ റിലീസായി വരുന്ന ഒരു വമ്പൻ ചിത്രത്തെ പറ്റിയാണ്. കാന്താര എന്ന ചിത്രത്തിന്റെ മൂന്നാം ഭാഗം. കാന്താര എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിട്ടുള്ള കാന്താര ചാപ്റ്റർ 1 ഇപ്പോൾ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. കാന്താരയുടെ മൂന്നാം ഭാഗം കാന്താര ചാപ്റ്റർ 2 ഉടൻ ഉണ്ടാകുമെന്ന് അതിന്റെ അണിയറ പ്രവർത്തകർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാന്താരയും കാന്താര ചാപ്റ്റർ 1ഉം വമ്പൻ വിജയമായതിനെ തുടർന്ന് കാന്താര ചാപ്റ്റർ 2വിന് വേണ്ടി ആരാധകർ ആകാംക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. ഈ ഒരു ചിത്രം ഉടൻ ഉണ്ടാകട്ടെ എന്നും അതൊരു വമ്പൻ വിജയമായി മാറുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്നത് ആരാധകർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ചിത്രത്തെ പറ്റിയാണ്. അല്ലു അർജുൻ നായകനാകുന്ന പുഷ്പ എന്ന ചിത്രത്തിന്റെ മൂന്നാം ഭാഗം. പുഷ്പയും പുഷ്പ 2 എന്ന ചിത്രവും വമ്പൻ വിജയമായി മാറിയിരുന്നു. പുഷ്പ 2 2000 കോടിക്കടുത്ത് കളക്ഷൻ നേടി ഇന്ത്യയിലെ തന്നെ വലിയ വിജയങ്ങളിൽ ഒന്നായി മാറിയ ചിത്രമാണ്. ഈ ഒരു സിനിമയുടെ മൂന്നാം ഭാഗവും പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഈ ചിത്രത്തിന് വേണ്ടി ആരാധകർ വളരെ ആകാംക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആരാധകർ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് പുഷ്പ എന്ന ചിത്രത്തിന്റെ മൂന്നാം ഭാഗമായിട്ടുള്ള പുഷ്പ 3. അടുത്തതായി ഞാൻ പറയുന്ന പാൻ ഇന്ത്യൻ ചിത്രം ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ആരാധകർ കാത്തിരിക്കുന്ന ഒരു വമ്പൻ ചിത്രത്തെ പറ്റിയാണ്. രാമായണം. രൺബീർ കപൂർ, സായി പല്ലവി, യാഷ്, സണ്ണി ഡിയോൾ, രവി ദുബെ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഈ ചിത്രം നിതേഷ് തിവാരിയാണ് സംവിധാനം ചെയ്യുന്നത്. രാമനായി രൺബീർ കപൂറും രാവണനായി യഷും ചിത്രത്തിൽ അഭിനയിക്കുന്നു. സായി പല്ലവിയാണ് സീതയാകുന്നത്. ലക്ഷ്മണനായി രവി ദുബെയും ഹനുമാനായി സണ്ണി ഡിയോളും വേഷമിടുന്നു. പ്രശസ്ത ഹോളിവുഡ് സംഗീതജ്ഞൻ ഹാൻസ് സിമ്മറും AR റഹ്മാനും ചേർന്നാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. നമിത് മൽഹോത്ര നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് യഷാണ്. 8 തവണ ഓസ്കാർ നേടിയ DNEG ആണ് രാമായണത്തിന്റെ VFX കൈകാര്യം ചെയ്യുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഭാഗം അടുത്ത വർഷം ദീപാവലിക്ക് റിലീസ് ചെയ്യും. 2027 ദീപാവലിക്ക് ശേഷമായിരിക്കും രണ്ടാം ഭാഗം തിയേറ്ററുകളിലെത്തുക. ഈ ഒരു ചിത്രം ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്നത് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ്. SS രാജമൗലി അടുത്തതായി സംവിധാനം ചെയ്യുന്ന ചിത്രം. SS രാജമൗലിയും മഹേഷ് ബാബുവും ഒരുമിക്കുന്ന ഈ ഒരു ചിത്രത്തിന് താൽക്കാലികമായി നൽകിയിരിക്കുന്ന പേര് SSMB29 എന്നാണ്. 1188 കോടി രൂപയാണ് ഈ ഒരു ചിത്രത്തിന്റെ ബഡ്ജറ്റായിട്ട് കണക്കാക്കുന്നത്. മഹേഷ് ബാബുവിനെ കൂടാതെ പ്രിയങ്ക ചോപ്ര, പൃഥ്വിരാജ് സുകുമാരൻ എന്നിവരും ഈ ഒരു സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നു. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു ചിത്രമാണ് ഈ ഒരു സിനിമ. ഈ ചിത്രം ഏഷ്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർമ്മാണങ്ങളിൽ ഒന്നായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തിടെ കെനിയയിൽ ഒരു ഷെഡ്യൂൾ ചിത്രീകരണം പൂർത്തിയാക്കിയ ഈ സിനിമയുടെ നിർമ്മാണത്തെക്കുറിച്ച് കെനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു.
2026 ദീപാവലിക്കാണ് ചിത്രത്തിന്റെ റിലീസ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് കൂടിയായ മഹേഷ് ബാബു പ്രതിഫലം വാങ്ങാതെയാണ് സിനിമ ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. രാജമൗലിയുടെ അച്ഛനും തിരക്കഥാകൃത്തുമായ വിജേന്ദ്ര പ്രസാദാണ് SSMB 29 തിരക്കഥ ഒരുക്കുന്നത്. ഇന്ത്യൻ സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തതാകും ചിത്രത്തിന്റെ തിയേറ്റർ അനുഭവമെന്നാണ് വിജേന്ദ്ര പ്രസാദ് പറഞ്ഞത്. MM കീരവാണിയാണ് സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. ഈ ഒരു സിനിമ ഒരു വമ്പൻ വിജയമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്നത് ഇന്ത്യ ഒട്ടാകെയുള്ള ആരാധകർ കാത്തിരിക്കുന്ന ഒരു വമ്പൻ ചിത്രത്തെ പറ്റിയാണ്. അല്ലു അർജുനെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അല്ലു അർജുൻ ഒരു സൂപ്പർ ഹീറോയായി വരുന്നുവെന്ന റിപ്പോർട്ടുകൾ ആവേശത്തോടെയാണ് ആരാധകർ ഏറ്റെടുത്തത്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ചിത്രമാകും ഈ ഒരു സിനിമ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള സംവിധായകനും നായകനും ഒന്നിക്കുന്ന ഈ സിനിമ നിർമ്മിക്കുന്നത് സൺ പിക്ചേഴ്സ് ആണ്. സയൻസ് ഫിക്ഷൻ ഗണത്തിൽപ്പെടുന്ന സിനിമയ്ക്ക് VFX ചെയ്യുന്നത് ഹോളിവുഡിലെ പ്രമുഖ VFX സ്റ്റുഡിയോസ് ആണ്. അയൺമാൻ 2, ട്രാൻസ്ഫോർമേഴ്സ് തുടങ്ങിയ സിനിമകളുടെ VFX സൂപ്പർവൈസർ ജെയിംസ് മാഡിഗൻ, ആർട്ടിസ്റ്റിക് ഡയറക്ടർ മൈക്ക് എലിസാൽഡെ എന്നീ വമ്പന്മാരാണ് സിനിമയുടെ സാങ്കേതിക വശങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അറ്റ്ലി ഇതുവരെ ചെയ്ത ജോണറുകളിൽ നിന്ന് വ്യത്യസ്തമായ ഈ ചിത്രം ആഗോള പ്രേക്ഷകരെ ആകർഷിക്കുമെന്ന് ഉറപ്പാണ്. അല്ലു അർജുൻ സൂപ്പർ ഹീറോയായി എത്തുന്ന ഈ ഒരു ചിത്രം അല്ലു അർജുൻ്റെ 22ാമത്തെയും അറ്റ്ലിയുടെ 6ാമത്തെയും ചിത്രമാണ്. ഈ ഒരു സിനിമ ഒരു വമ്പൻ വിജയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി ഞാൻ പറയുന്നത് ഇന്ത്യ ഒട്ടാകെയുള്ള സിനിമ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ്. റോക്കിംഗ് സ്റ്റാർ യഷ് നായകനാകുന്ന ഹൈ വോൾട്ടേജ് ചിത്രമായിട്ടുള്ള ടോക്സിക്. KGF ചാപ്റ്റർ 2 ശേഷം യാഷ് ആരാധകർ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് മലയാളത്തിന്റെ സ്വന്തം ഗീതു മോഹൻദാസ് ആണ്. KVN പ്രൊഡക്ഷൻസും മോൺസ്റ്റർ മൈൻഡ്സ് ക്രിയേഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇംഗ്ലീഷിലും കന്നഡയിലും ചിത്രീകരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വലിയ ദ്വിഭാഷാ ചിത്രം കൂടിയാണ് യാഷിന്റെ ടോക്സിക്. ഹിന്ദി, തെലുങ്ക്, തമിഴ്, മലയാളം എന്നിവ ഉൾപ്പെടെ വിവിധ ഇന്ത്യൻ അന്തർദേശീയ ഭാഷകളിൽ ചിത്രം ഡബ്ബ് ചെയ്യപ്പെടും. ഗീതു മോഹൻദാസ് ആണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. KGFന് ശേഷമുള്ള യാഷ് ചിത്രം എന്ന നിലയിൽ ഏറെ ആകാംക്ഷയോടെയാണ് ആരാധകർ ടോക്സിക്കിനായി കാത്തിരിക്കുന്നത്. ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോണപ്സ് എന്നാണ് ചിത്രത്തിന്റെ മുഴുവൻ പേര്. ടോക്സിക് എന്ന ഈ ഒരു വമ്പൻ സിനിമയുടെ റിലീസ് 2026 ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ചിത്രം ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്ന ചിത്രം ആരാധകർ വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സെക്കൻഡ് പാർട്ടിനെ കുറിച്ചാണ്. പ്രഭാസ് നായകനായി നാഗശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി 2898 AD എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് പാർട്ടിനായി ആരാധകർ കാത്തിരിക്കുകയാണ്. പ്രഭാസ് നായകനായെത്തി ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയം സ്വന്തമാക്കിയ കൽക്കി 2898 AD എന്ന ചിത്രം 1000 കോടിയിലധികം രൂപ കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ തരംഗമായി മാറിയിരുന്നു. ഈ സയൻസ് ഫിക്ഷൻ മിത്തോളജിക്കൽ ത്രില്ലർ ചിത്രത്തിന്റെ 2ാം ഭാഗം ഇന്ത്യൻ സിനിമ കാത്തിരിക്കുന്ന ഒരു വമ്പൻ പ്രോജക്റ്റാണ്. നിർമ്മാതാവ് അശ്വിനി ദത്തിന്റെ പ്രസ്താവന പ്രകാരം കൽക്കി സെക്കൻഡ് പാർട്ടിന്റെ ചിത്രീകരണം 2026 മുമ്പ് ആരംഭിക്കും. ഈ വർഷം അവസാനത്തോടെ ചിത്രീകരണം തുടങ്ങാനാണ് പദ്ധതി. ടീം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാഗശ്വിൻ സംവിധാനം ചെയ്ത കൽക്കി 2898 ADയിൽ പ്രഭാസിനൊപ്പം അമിതാഭ് ബച്ചൻ, ദീപിക പദുക്കോൺ, കമൽഹാസൻ, ദുൽഖർ സൽമാൻ എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു. ഈ ചിത്രം ജപ്പാനിൽ ഉൾപ്പെടെ വമ്പൻ വിജയം നേടിയിരുന്നു. രാജാ സാബ്, ഫൗജി, സ്പിരിറ്റ് തുടങ്ങിയ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രഭാസിന്റെ തിരക്കേറിയ ഷെഡ്യൂൾ ആരാധകർക്കിടയിൽ കൽക്കി 2 ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിൽ ആശങ്കകൾ ഉയർത്തിയിരുന്നെങ്കിലും അശ്വിനി ദത്തിന്റെ പ്രഖ്യാപനം ആരാധകരിൽ ആവേശം വിതച്ചിരിക്കുകയാണ്. 2024 ജൂൺ 27 റിലീസ് ചെയ്ത ആദ്യ ഭാഗം മഹാഭാരതവുമായി ബന്ധപ്പെട്ട സയൻസ് ഫിക്ഷൻ ഘടകങ്ങൾ കൊണ്ട് പ്രേക്ഷകരെ ആകർഷിച്ചിരുന്നു. വൈജയന്തി മൂവീസാണ് ചിത്രം നിർമ്മിച്ചത്. കൽക്കി 1ാം ഭാഗത്തെ പോലെ 2ാം ഭാഗം ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്നത് പാൻ ഇന്ത്യൻ റിലീസായി എത്തുന്ന ഒരു മോഹൻലാൽ ചിത്രത്തെ പറ്റിയാണ്. വൃഷഭ. മോഹൻലാലിന്റെ ആരാധകർ കാത്തിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ ചിത്രമാണ് വൃഷഭ. മോഹൻലാൽ നായകനാകുന്ന ബ്രഹ്മാണ്ഡ പാൻ ഇന്ത്യൻ ഇതിഹാസ ചിത്രമാണ് വൃഷഭ. പ്രശസ്ത കന്നഡ സംവിധായകൻ നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം കണക്ട് മീഡിയയും ബാലാജി ടെലിഫിലിംസും അഭിഷേക് എസ് വ്യാസ് സ്റ്റുഡിയോസും ചേർന്നാണ് അവതരിപ്പിക്കുന്നത്. ആക്ഷൻ, വൈകാരികത, പ്രതികാരം എന്നിവ കോർത്തിണക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്ന സൂചനയാണ് ടീസർ നൽകുന്നത്. ഒരു അച്ഛൻ മകൻ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന അതിശക്തമായ കഥയാണ് ചിത്രം പറയുന്നത്. മോഹൻലാൽ ഒരു രാജാവിന്റെ വേഷത്തിലാണ് എത്തുന്നത്. വമ്പൻ ക്യാൻവാസിൽ ഒരുക്കിയ ചിത്രം താരനിര കൊണ്ടും സാങ്കേതിക മികവ് കൊണ്ടും പ്രേക്ഷകരെ ആകർഷിക്കുമെന്നും ടീസർ സൂചിപ്പിക്കുന്നു. മോഹൻലാലിനൊപ്പം മകനായി തെലുങ്ക് നടൻ റോഷൻ മെഗ എത്തുന്നു. ഷനായ കപൂറും സാറ എസ് ഖാനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലുണ്ട്. ഈയൊരു സിനിമ ഉടൻ റിലീസിനെത്തുന്ന ചിത്രമാണ്. മോഹൻലാലിൻ്റെ വൃഷഭ എന്ന പാൻ ഇന്ത്യൻ ചിത്രം ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാനീ പറഞ്ഞ ചിത്രങ്ങളിൽ നിങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാണാൻ കാത്തിരിക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്യുക.